ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് നേരത്തെ നമ്മുടെ പട്ട ഗാങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടനടിയാണ്. അനുമോള് ഭയങ്കര അധികം തന്നെ ഫേക്കായിട്ട് നിന്നാണ് ഗെയിം കളിക്കുന്നത്. അനാവശ്യമായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഷാനവാസിൻ്റെ അടുത്തും അതേപോലെ തന്നെ അനീഷിൻ്റെ അടുത്തൊക്കെ പോയി പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തൊരു വിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു വലിയ തർക്കമൊക്കെ തന്നെ അതിലേയും നൂറേ നടത്തിയിട്ടുണ്ടായിരുന്നു. അവസാനം അനുമോൾ പറഞ്ഞത് ശരിയാണ് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. അതായത് അനുമോൾ ആരുടെ അടുത്തും പോയി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നൂറ പറയുന്നുണ്ട്, എന്തെങ്കിലും ഹെർട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എനിക്കതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുനിന്ന് കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എനിക്കതൊന്നും പ്രശ്നമായിട്ടുള്ള കാര്യമൊന്നുമില്ല. അക്ബറിൻ്റെ ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പുറത്തൊരു ഓപ്പറേഷൻ പോലെയൊക്കെ മൂക്കിൻ്റെ അവിടെ വന്നതാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്താലേ ഉള്ളൂ നമുക്കത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എത്രയധികം തന്നെ വേദന എടുത്തത് എന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഷാനവാസ് മണ്ടനാണ് എന്നുള്ള കാര്യങ്ങൾ വീണ്ടും തെളിയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ അത് വീണ്ടും ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ വീണ്ടും തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം പാടെ ഷാനവാസ് മറന്നുപോയി. ഇപ്പോൾ ബിഗ് ബോസ് വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ്. എന്തായി ഷാനവാസ് കാര്യങ്ങളെന്ന് ചോദിച്ച സമയത്ത് ഷാനവാസ് വണ്ടടിച്ചിട്ട് ചോദിക്കുകയാണ്, ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് പറയാനല്ല പറഞ്ഞത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അനൗൺസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഷാനവാസ് അത് സീക്രട്ട് ടാസ്ക് ആകുന്നത്? ഷാനവാസൊക്കെ ഏത് ലോകത്താണ് നിന്ന് ഗെയിം കളിക്കുന്നത്? എൻ്റെ പൊന്നേ, ബിഗ് ബോസ് എന്തായാലും വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് ഷാനവാസിനോട്. അങ്ങനെയല്ല, ഞാൻ വിളിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഷാനവാസിന് വീണ്ടും ഒരു വെളിപാടുണ്ടായത്. ഇനിയിപ്പോൾ എങ്ങനെ കുളവാക്കും എന്നുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇനി കുളവാക്കത്തില്ലെന്ന് തോന്നുന്നു, പക്ഷേ എങ്കിൽ പുള്ളിക്കാരൻ ആ ഒരു കാര്യമേ പാടെ മറന്നുപോയി. ബിഗ് ബോസ് വിളിക്കുമെന്ന ആലോചനയിലിരിക്കുകയാണ്. എല്ലാവരും കൂടെ വിളിച്ചിരുത്തിയിട്ട് ഷാനവാസിൻ്റെ പോലെ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തെന്ന് പറയണോ, എന്നിട്ട് എല്ലാവരും അഭിനയിക്കണോ? എന്താണ് ഈ ഷാനവാസ് ചിന്തിച്ച് കൂട്ടതൊക്കെ? നമുക്ക് കണ്ടറിയാം ഇനി ഷാനവാസ് അത് ഏത് രീതിയിലാക്കി വെക്കുമോ എന്നുള്ളത്.